ഹലോ ഗേയ്സ്, അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഊബർ ഓടാൻ ഇറങ്ങിക്കാട്ടോ. ഇന്ന് ചൊവ്വാഴ്ചയാണ് ദിവസം. നമ്മൾ അന്ന് ഇവിടെ വണ്ടി കൊടുന്നിട്ടതാണ് 30-ാം തീയതി. പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടില്ല, ഇവിടെ കറക്റ്റ് ഒതുക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വണ്ടി പിന്നെ അന്ന് നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നു, ഇവിടെ വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് മാത്രമേ ചിലപ്പോൾ ചളി ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ കാക്കകൾ കാഷ്ടിച്ചിട്ടുണ്ട്. അന്ന് അവിടുന്ന് തോപ്പുംപടിയിൽ നിന്ന് ആയതാണ് ഇതൊക്കെ. ഇതാണോ ഇതിൻ്റെ മേലൊക്കെ. അപ്പോൾ പുറത്തു കൂടിയൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണെന്നോ, നാളെ ഞാൻ വീണ്ടും ലീവായിരിക്കും. അതുകൊണ്ട് അകം എങ്ങനെ ഉണ്ട് നോക്കി നോക്കട്ടെ. അകം വലിയ കുഴപ്പമില്ല കേട്ടോ. അകം അന്ന് നമ്മളെ കഴുകിയിട്ട് അന്ന് അതിൻ്റെ പിറ്റേന്നായിട്ടാണ് നമ്മളിവിടെ വണ്ടി ഇട്ട് പോയിക്കണം. അതുകൊണ്ട് വണ്ടീൻ്റെ അകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ. നമ്മൾ ഇറങ്ങുന്ന സമയം 4:12 കേട്ടോ. 6-ാം തീയതിയാണ്. ഏകദേശം ഒരാഴ്ചത്തോളം വണ്ടി ഇപ്പോൾ ഇവിടെ കടന്നിട്ടുണ്ട്. അതാ വൈപ്പർ താത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ CNG 2 ഘട്ടമുള്ളൂ. ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാറ്ററി ഒന്നും ഡൗൺ ആയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, കറക്റ്റ് അടിപൊളിയായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്താണെന്നോ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബാറ്ററിക്ക് 2 വർഷം റീപ്ലേസ് വാറണ്ടി ഉണ്ട്. പിന്നെന്തോ ഒരു ശതമാനക്കണക്ക് പറഞ്ഞു 2 വർഷം എന്തായാലും റീപ്ലേസ് വാറണ്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. നാളിപ്പോൾ നമ്മൾ ബാറ്ററി മാറ്റണ സമയത്ത് ഏകദേശം ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മളെ ബാറ്ററി സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ജമ്പർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഏകദേശം നമ്മൾ 30-ാം തീയതി ഇവിടെ കൊടുത്തിട്ട് 6-ാം തീയതിയാണ് ഇപ്പം ഇന്ന്. ഇത്രയും ദിവസം ഇപ്പോൾ ഇവിടെയാണ് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഊബർ റാപ്പിഡോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഊബർ ഒന്ന് ഓണാക്കട്ടെ. നമ്മളെ വൈപ്പർ താത്താനുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഓണാണല്ലോ. എന്താ ഇത് കാണിക്കുന്നത്? നെറ്റ്വർക്ക് പോയിട്ടുണ്ട്. നമ്മളിവിടെ വൈഫൈ വെച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ. വൈഫൈ എന്തോ ഒരു പ്രശ്നത്തിൽ ഓഫായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നെറ്റ് ഓണാക്കുക. ലൊക്കേഷൻ ഓൾറെഡി ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഊബർ ഓണായിട്ടുണ്ട്. നമ്മളെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കോൾഡ് സ്റ്റാർട്ടിൽ നിന്ന് കഴിയുമ്പോഴത്തേന് ആ വൈപ്പറും താത്തട്ടെ. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്നത് എറണാകുളത്ത്. ഇന്നലെ രാവിലെ വന്നിട്ടുണ്ട്. ഒരു ഉച്ചക്കായപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പയുണ്ട് അവിടെ മുപ്പത്തടം. അവിടെ അവർ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എൻ്റെ റൂമിലൂടെ വരുന്നത്. അപ്പോൾ വണ്ടി ഇപ്പോഴാണ് എടുക്കണത്. അപ്പോൾ ഇതിൽ CNG ഇല്ല. കുറച്ച് കാറ്റ് അടിക്കണം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കാറ്റടിച്ചിട്ട്. ലാസ്റ്റ് നമ്മൾ ഇന്ന് ഓടിയപ്പോഴാണ് കാറ്റടിച്ചിക്കണേ. അപ്പോൾ CNG അടിക്കുമ്പോൾ കാറ്റും അടിക്കണം. പെട്രോൾ പിന്നെ മിന്നി കളിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങായിരുന്നു. പിന്നെ അങ്ങനെ മടി പിടിച്ച് അങ്ങനെ കടന്ന്. അപ്പോൾ ഇപ്പോൾ സമയം 4:15 6-ാം തീയതി. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. റിക്വസ്റ്റ് മാച്ചിങ്ങിലാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, 800 മീറ്റർ പിക്കപ്പും 1.9 കിലോമീറ്റർ ഡ്രോപ്പും. അനുവാണ്. അപ്പോൾ നമ്മളെ നോയിൽ എക്കോടാറ്റ്, അത് നമ്മളെ അവിടെ നിന്നൊക്കെ ഒരു കുറച്ച് റേറ്റിന് പോയിട്ട് ആ ഒരു ഭാഗത്താണുള്ളത്, നമ്മളെ ടവർ ഓഫ് വൈറ്റിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനെ റൂമിൽ നിന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു അനു. അപ്പോൾ വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ് കഴിയട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, എക്കോടാറ്റ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഫ്ലാറ്റും പാടുണ്ട്. അത് വരെ തന്നെയാണ് ഒരു എക്കോഡന് പറഞ്ഞിട്ട്. അത് കാണുന്നതാട്ടോ എക്കോഡന്. ഇതാണ് എക്കോടാറ്റ്. അപ്പോൾ ഇവിടെ കസ്റ്റമറെ കാണാനില്ല. ഒന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മൾ കറക്റ്റ് പിന്നിലെത്തിയിട്ടുണ്ട്. അവിടെ ഊബറാണ്, താഴെ എത്തിയിട്ടുണ്ട്. ഇല്ല, ഇവിടെ ആരും ഇല്ല. ഇല്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ബ്രൈറ്റ് സ്പോർട്സ് സെൻ്ററിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഒരു 4 കുട്ടികളായിരുന്നു. അപ്പോൾ അത് 132.55 രൂപയാണ് വന്നിട്ടുള്ളത്. വെയിറ്റിംഗ് ടൈമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ നമ്മളിത് ഡ്രോപ്പ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും അനുവാണ്. അപ്പോൾ രണ്ടും അനുവാണ്. പക്ഷേങ്കിൽ ഈ അനുവിനെ നമ്മൾ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, 25 കിലോമീറ്ററാണ് ഡ്രോപ്പ്. 380 രൂപയാണ് കണ്ടത്. കിലോമീറ്ററിന് 15 രൂപ. ഇതിലിപ്പോൾ നമ്മൾ പിക്കപ്പിന്റെ ദൂരം കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് 2.5 കിലോമീറ്റർ. അപ്പോൾ പിക്കപ്പ് ഇല്ലാതെ തന്നെ കിലോമീറ്ററിന് 15 രൂപയെ കിട്ടുന്നുള്ളൂ നമുക്ക്. അതായത് ഇതിപ്പോൾ കൊടുക്കുന്ന ട്രിപ്പിൽ നമുക്കൊരു 3.5 ഉറുപ്പ്യ നഷ്ടമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവര് മറ്റേ അനു ഉണ്ടല്ലോ, അനു താഴെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. കുട്ടികളാണല്ലോ, ഒക്കെ ബൂട്ടും ജയ്സൊക്കെ ഇട്ടിട്ട് വന്നിക്കണം കളിക്കാൻ. അപ്പൊ സംഭവം എന്താ വെച്ചാല് എനിക്ക് 129 കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ തന്നെ 129 എന്തായാലും ഉണ്ടാവില്ല. 129 ആണെന്നുണ്ടെങ്കിൽ 129.98 ഒക്കെ ഉണ്ടാവും. അപ്പൊ 129 പറഞ്ഞാണ്ട് അത് ഗൂഗിൾ പേയിൽ ഇട്ടു. അത് എന്തായാലും എനിക്കറിയാം 130 ആവും. പിന്നെ അതുമല്ല, ഞാൻ അവരുടെ ഒരു 5-6 മിനിറ്റ് എന്തോ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റത്തെ പിന്നെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല വെയിറ്റിംഗ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ആ വെയിറ്റിംഗ് ടൈമിൽ ഒരു 3 രൂപ എക്സ്ട്രാ ആയത്. 130 ശരിക്കും വേണ്ടത്. അപ്പൊ 133 32.55 എന്തോ ആയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയില്ല. 129 പേയ്മെന്റ് ചെയ്ത്. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ട്രിപ്പ് ചെറിയൊരു നഷ്ടത്തിലായി പോയി. കുറച്ചേരം ഇങ്ങനെ വെയിറ്റിംഗ് ഒക്കെ ചെയ്ത്, കുറച്ച് കുട്ടികളെ ഡോർ തുറക്കുക അടക്കുക, അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതായിരുന്നു. അപ്പൊ അത് അടുത്തൊരു അനുമ്പാട് അടിച്ചോ, ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടോ.
കാരണം അത് പോയാൽ നടക്കൂല. പിന്നെ നമുക്ക് വലിയൊരു നഷ്ടമല്ല. കാരണം എന്താ വെച്ചാല് നമ്മള് ഡ്രോപ്പിന്റെ ദൂരം കുറവായിരുന്നു. 99 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മള് 2.52 കിലോമീറ്റർ ആണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, 99 രൂപക്ക് അത്യാവശ്യം കിലോമീറ്ററിന് റേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു 32.55 അപ്പോൾ 3.5 റുപ്യ മിസ്സിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതാ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട്, കിട്ടുമെന്ന് നോക്കട്ടെ. ഇതിന് മുമ്പ് 3 ട്രിപ്പും പാടെ വന്നിട്ടോ, അന്ന് ഞാൻ എടുത്തില്ല. അതിപ്പോൾ ലാസ്റ്റ് വന്നത് ഒരു 400 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു, 26 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടില്ല, അത് മാച്ചായിരുന്നു. അപ്പോൾ ഈ മാച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ എടുത്ത് പോവാം. നമ്മളെ CNG 2 പുള്ളിയേ ഉള്ളൂ. അപ്പോൾ ട്രിപ്പ് ഏതായാലും CNG പമ്പിന്റെ അടുത്തേക്കാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലാഭമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഊബർ ഓഫ് ചെയ്തിട്ട് CNG അടിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4:45 സമയം. ഒരു 5 മണി വരെ അവിടെ നിന്നിട്ട് ഇതിപ്പോൾ നമ്മളെ റൂമിലേക്ക് പോണ വയ്യാട്ടത്. ഞാൻ അതാ ട്രിപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ കിട്ടും. ഇത് ചിലപ്പോൾ ഒറിജിനൽ മാച്ച് ആയിരിക്കും. മാച്ച് ട്രിപ്പ് 2 വട്ടം വരുമല്ലോ. അപ്പോൾ രണ്ടാമത്തതാണ് ഒറിജിനൽ. കാരണം മറ്റേത് ബുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ അത് കിട്ടിയിട്ടില്ല, എന്തായാലും അത് പോയിട്ടുണ്ട്. ബുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ ഒരു മാച്ച് ആയിട്ട് എല്ലാവർക്കും പോകും. അതൊരു ഫേക്ക് മാച്ചാണ്. അപ്പോൾ 1 കിലോമീറ്റർ പിക്കപ്പും 0 കിലോമീറ്റർ ഡ്രോപ്പും. അതെന്താ സംഭവം? 100 രൂപ, 102 രൂപ. അത് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളി. കുറേ മാച്ചുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 229 വന്ന് മറ്റേത് കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം അത് ഇങ്ങനെ റിക്വസ്റ്റ് മാച്ചിങ്ങിന്റെ അടിയിൽ തന്നെയാണ് ഈ ട്രിപ്പ് വന്നത്, ഈ മാച്ചും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആണോ ഇതും കിട്ടിയില്ല. അപ്പോൾ കുറേ മാച്ചുകൾ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സർജ് കാണിക്കുന്നുണ്ട് ഈ കാക്കനാട് ഭാഗത്ത്. സമയം 4:45 ആയിട്ട്. ചിലപ്പോൾ അതിന്റെ ആ ഒരു പീക്ക് ടൈം ആയതുകൊണ്ടായിരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിപ്പ് ഇതുണ്ടോ, ട്രിപ്പായിട്ട് വന്ന് 0 കിലോമീറ്റർ ഡ്രോപ്പ്, 1.5 കിലോമീറ്റർ പിക്കപ്പോ. അതിപ്പോ എന്താ സംഭവം? ഒരു കാലടി വെക്കാൻ വയ്യേ. ബട്ടാത്തിരി അല്ലേ, ബട്ടാത്തിരിയ കസ്റ്റമറെ പേര്. അപ്പോൾ എന്താ എന്തോ ഒരു അപ്പോൾ പിക്കപ്പ് 1.5 കിലോമീറ്റർ കാണിക്കും. നമ്മളെ അത്താണി മുണ്ടമ്പാല റോട്ടിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ഏതായാലും പോയിട്ട് ആ ആളൊന്ന് പിക്ക് ചെയ്യട്ടെ. CNG 1 പുള്ളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും കറക്റ്റ് ഈ ട്രിപ്പ് നമുക്ക് ലാഭമായി. കാരണം എന്താ വെച്ചാൽ ഇത് കാക്കനാട്ടിക്കാണ് ഈ ട്രിപ്പ് കണ്ടത്. അപ്പോൾ ഈ ട്രിപ്പ് ഇപ്പം തന്നെ ഊബർ ഇപ്പം തന്നെ ഓഫ് ചെയ്യട്ടെ. എനിക്ക് അടുത്ത ട്രിപ്പ് അപ്പം തന്നെ അടിക്കും. അത് ക്യാൻസൽ ചെയ്തിട്ടോ, കസ്റ്റമർ ക്യാൻസൽ ചെയ്തു, ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഞാൻ വല്ല പറ്റിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്താണോ അറിയില്ല. കാരണം എന്താ വെച്ചാൽ 1 കിലോമീറ്റർ കറക്റ്റ് പോലും ഇല്ല, 0 കിലോമീറ്ററാണ് ഡ്രോപ്പ് കണ്ടത്. ചിലപ്പോൾ എന്തെങ്കിലും പറ്റിക്കാൻ വേണ്ടി ബുക്ക് ചെയ്താണെന്താ അറിയില്ല. എന്തായാലും ക്യാൻസൽ ആയിട്ടുണ്ട്. അതിതാ വീണ്ടും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 കിലോമീറ്റർ ആയി ഡ്രോപ്പ്. വാഴക്കാലക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നണേ ചിലപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ ആൾക്ക് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പിക്കപ്പ് അത് തന്നെയാണ് 1.5 കിലോമീറ്റർ, ഡ്രോപ്പിന്റെ 2.5 കിലോമീറ്റർ ആയിപ്പോൾ. ഇതുവരെ 0 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴേക്കരെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേങ്കിൽ അപ്പോഴും നമുക്ക് ആ റേറ്റ് തന്നെ കേട്ടോ, 102 രൂപയുടെ ട്രിപ്പ് തന്നെയാണ്. കാരണം 2 കിലോമീറ്റർ അല്ലേ ഡ്രോപ്പ് ഉള്ളൂ. അപ്പോൾ ഏതായാലും പോയിട്ട് വണ്ടി ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, ഇവിടെ അപ്പം തന്നെ സൈഡാക്കി. ഈ റേറ്റിക്ക് തിരിഞ്ഞാലേ നമ്മളെ റൂമിലേക്ക് പോകണ റോഡാട്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ ചെറിയ റോഡ് വഴി പോവാം. മറ്റേത് ഇനി വണ്ടി ഇവിടെ ഓടിച്ചിട്ട് വീണ്ടും മുണ്ടമ്പാല ജംഗ്ഷൻ വഴി പോകേണ്ടി വരും. അപ്പോൾ ചെറിയ റോഡ് വഴി പോകാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം വണ്ടിയാളിങ്ങനെ ഓപ്പോസിറ്റ് വന്നാലേ ആകെ പ്രശ്നമാണ് അവിടെ. ആ ഒരു ഒരൊറ്റ വളവുള്ളൂ. ആ വളവ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വരുന്നത് കാണാൻ പറ്റും. അതുവരെ ഉള്ളൊരു പ്രശ്നം. അങ്ങനെ നമ്മൾ തട്ടും മുട്ടും ഇല്ലാണ്ട് ആ ചെറിയ വഴി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി കുഴപ്പമില്ല, ഇനി വണ്ടികൾ ഇവിടെ കാണാൻ പറ്റും. ഈ പോസ്റ്റിന്റെ അപ്പുറത്ത് റോഡ് വീതി വിടും. പിന്നെ ഇവിടെ ഒരു ഹോണമ്പാട് അടിക്കണം. കാരണം ഇവിടെ ഒരു വില്ലന്റെ എൻട്രി ഉണ്ട് കണ്ടോ. അത് വാങ്ങാൻ അവിടുന്ന് ഒരു വണ്ടി വന്നാൽ, കാരണം അവരെ വിചാരം ഈ റോഡിന് വണ്ടി വരൂലെന്ന് കയറാം. അപ്പൊ നമ്മൾ കഴിയണോടത്തോളൊക്കെ ഹോൺ അടിച്ചിട്ട് കയറ്റുക. അപ്പൊ ഏതായാലും കഴിഞ്ഞിപ്പോ ഇവിടെ ഏതൊരു മൂർത്തിക്കാരൻ നിക്കണേ. ചേട്ടൻ ഒന്ന് മാറി തരൂ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആട്ടോ തിരിയണ്ടേ. ഇത് നമ്മളെ ചിറ്റിലപ്പള്ളി സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പൊ നമ്മളിത് ടോട്ടൽ 196 രൂപയാണ് ആയിട്ടുള്ളത് 2 ട്രിപ്പ്. അപ്പൊ നമ്മൾ ഊബർ ഓഫ് ആട്ടോ. ഞാൻ ഇവരെ പിക്ക് ചെയ്യണതിന്റെ തൊട്ട് മുമ്പ് തന്നെ ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അടുത്ത ട്രിപ്പ് അടിക്കുമ്പോഴേ നമ്മളെ CNG ഇല്ല, CNG 1 പുള്ളി ഉള്ളൂ. അപ്പൊ പെട്രോൾ ആണെങ്കിലും പെട്രോൾ ഇപ്പൊ 2 ഘട്ടമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ എടുത്തപ്പോൾ വണ്ടി ചെരിഞ്ഞതുകൊണ്ടായിരിക്കും. എന്തായാലും CNG അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓണാക്കാം. പിന്നെ നമ്മൾ ഈ ട്രിപ്പ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 170 രൂപയുടെ 6 കിലോമീറ്റർ ഉള്ള ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റൂല. കാരണം ഊബറിന്റെ ആളെ നമ്മൾ പിന്നെ 300 മീറ്റർ എന്തേ പിക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ആ ട്രിപ്പ് അടിച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് CNG അടിക്കട്ടെ. അങ്ങനെ നമ്മൾ CNG അടിച്ചിട്ടോ. CNG 691 രൂപക്കാണ് CNG അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബീല് പോടിയത് 10 കിലോമീറ്റർ, 9 ഘട്ടം കേട്ടോ CNG. ഒരു ഘട്ടം ഇപ്പോൾ പോയി, ഒരു ഘട്ടം കറക്റ്റ് കയറിയില്ല. 192 കിലോമീറ്റർ ആണ് കഴിഞ്ഞതിൽ ഓടിയത്. അപ്പോൾ അത് 0 ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എയറും അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ
സ്കിൻ ക്ലിനിക് ഹയാത്ത് ടവർ. ആള് മെസ്സേജ് അയച്ചതാണ് ഇപ്പോൾ. കസ്റ്റമർ ഇപ്പോൾ ട്രിപ്പ് അടിച്ചല്ലോ നമുക്ക്. അപ്പോൾ ഓക്കെ എന്നിടാ. ഓക്കെ ഗോട്ട് ഇറ്റ് അല്ലേ, അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഏത് എത്ര പിക്കപ്പ് എത്ര ഉണ്ട് കറക്റ്റ് നോക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ട്രിപ്പ് വന്നോണ്ടേ. 850 മീറ്റർ ഉള്ളൂ. നമ്മളെ വാഴക്കാല ഭാഗത്തേക്ക് അവിടെ പോയിട്ട് യൂട്ടേൺ അടിക്കണം, നല്ല ബ്ലോക്ക് ഉണ്ട് ആ ഭാഗത്ത്. അപ്പോൾ ഏതായാലും പോയിട്ട് കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. എന്താ കസ്റ്റമറുടെ പേരെന്താ? റാണിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ CNG അടിച്ചു, എയറും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റാണിനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. നമ്മളെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മൾ ജസ്റ്റ് ഊബർ ഞാൻ പോയിരുന്ന വഴിക്ക് ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് റാപ്പിഡ് ഓൺ ആക്കി. എന്താ സംഭവം ചോദിച്ചാൽ ഇത് കൊടുങ്ങല്ലൂർക്ക് ഇപ്പോൾ വന്ന ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കളഞ്ഞു കേട്ടോ, ക്യാൻസൽ ചെയ്തു. കൊടുങ്ങല്ലൂർക്കാണത്. അത് കിലോമീറ്ററിന് ചെറിയ റേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഇങ്ങോട്ട് റിട്ടേൺ ട്രിപ്പ് കിട്ടൂല. അപ്പോൾ തന്നെ സമയം 6:23 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് റിട്ടേൺ പോയിട്ട് വരും, അപ്പോൾ നഷ്ടമാവും. ഊബർ ഞാൻ ഓഫ്ലൈൻ ആക്കിയതേ ഇപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് പോകുന്നത് 250 രൂപയാണ് നമുക്ക് കിട്ടിയത്. 350 ആട്ടോ കസ്റ്റമർ പേയ്മെന്റ് ചെയ്ത് ഇതാണ്ടോ. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ 249 അതിനെടുത്ത സമയം 43 മിനിറ്റ്. ഇതാണ്ടോ 8 കിലോമീറ്ററോളം പോരാള്ളൂ. 8-8 16 ശരിക്ക് ടൈം വേണ്ടത്. ആ സ്ഥാനത്ത് 43 മിനിറ്റാണ് സമയം എടുത്തത്. അപ്പോൾ പിന്നെ 350 ടോട്ടൽ വാങ്ങി, 250 നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ബ്ലോക്ക് ഇല്ലാത്ത ഏരിയക്ക് പോകാൻ വേണ്ടിയിട്ടേ ഊബർ ഓഫ്ലൈൻ ആക്കിയിട്ട് നല്ല സർജ് ഉണ്ട്. ഇതാണോ അപ്പോഴേ നമുക്ക് റാപ്പിഡോയിലൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ അത് 13 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. 3 കിലോമീറ്റർ ആണ് ഇപ്പൊ മാപ്പിൽ കാണിക്കുന്നത്. പക്ഷെങ്കിൽ വേറൊരു വഴി ഉണ്ട്, അതിൽ എന്തായാലും 1 കിലോമീറ്റർ എന്തായാലും കുറയും. അപ്പൊ ഞാൻ കസ്റ്റമർ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു 13 മിനിറ്റ് ആവുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു വേറെ ഓട്ടത്തിലാണ് ചോദിച്ചത്. അല്ല, അത് അത്ര ദൂരം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോ എന്നാ കുഴപ്പമില്ല വരുമോ ചോദിച്ചു. അപ്പൊ പിന്നെ ഓക്കെ എന്നാ പിന്നെ പോവാന്ന് വിചാരിച്ചു. നമ്മളെ പഴന്തോട്ടത്തേക്കാണ്, പള്ളിക്കര ഭാഗത്തേക്ക്. അപ്പോൾ ഏതായാലും പോയിട്ട് കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. നമ്മളെ പൈപ്പ് ലൈനിലാണ് കസ്റ്റമർ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ റാപ്പിഡോന്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പം നമ്മളിവിടെ പള്ളിക്കരയിലാണ് ഉള്ളത്, പള്ളിക്കര ജംഗ്ഷനിൽ. അപ്പോൾ അത് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്ററും കൂടി ഉണ്ട് ഡ്രോപ്പ്. പക്ഷെങ്കിൽ ആൾ ഇവിടെ മതിയെന്ന് പറഞ്ഞു, പള്ളിക്കര ഡ്രോപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എന്തോ കടയിൽ എന്തോ കയറണമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അപ്പോൾ ഇതിൽ 317. അപ്പോൾ അവർ ശരിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ബുക്ക് ചെയ്ത റേറ്റാണിത്. റാപ്പിഡോയിൽ അങ്ങനെ കുറയില്ല റേറ്റ്. നമ്മൾ എവിടെ ഇട്ട് സ്റ്റോപ്പ് ചെയ്താലും ആ ഫുൾ പേയ്മെൻറ്റ് കാണിക്കും ഇതിൽ. അപ്പം അങ്ങനെ നമുക്ക് ഏതായാലും ലാഭമായി. അതിനുശേഷം റാപ്പിഡോയിൽ ഒരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു മരടുക്ക. ഞാൻ എടുത്തില്ല, എത്ര 300 രൂപയുടെ എന്തോ ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതാ ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഊബറിലിപ്പോൾ 2-3 മാച്ച് വന്നു, അത് കിട്ടിയില്ല. അപ്പം ഇനി ഏതായാലും ഏതിൽ കൂടി ഒരു 2 റൗണ്ട് ഒന്ന് നടന്നു നോക്കട്ടെ. ഞാൻ ഏകദേശം നടന്നിട്ട് റോഡിൻ്റെ അവിടേക്ക് എത്താൻ നേരത്തെ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. ഊബറിലാട്ടോ അടിച്ചത്. ഈ ട്രിപ്പ് നമുക്ക് ആദ്യം മാച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. ആലുവക്കാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നമ്മളെ കാക്കനാടേക്ക് പോണ റോഡാട്ടത്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഒരു ജൂബിയാണ്, ജൂബി അങ്ങനെ എന്തോ ആണ് കസ്റ്റമറുടെ പേര്. ആലുവ റെയിൽവേക്കായിരിക്കും. മറ്റേ കസ്റ്റമറെ നമ്മളിവിടെ കേട്ടോ ഡ്രോപ്പ് ചെയ്തത്. നമ്മളെ ഈ റൈറ്റിക്കുള്ള റോഡ് നമ്മളെ പള്ളിക്കര വണ്ടർലാൻഡൊക്കെ അടുക്ക് പോകുന്ന റോഡാണിത്. ഇപ്പോൾ സമയം 11:03 ആയിട്ടോ. നമ്മളിപ്പോൾ ഇവിടെ എയർപോർട്ട് അത്താണിൻ്റെ അവിടെയാണ് ഉള്ളത്. ഇവിടുന്ന് റൈറ്റിക്ക് ഒരു 300 മീറ്റർ പോയാൽ എയർപോർട്ട് അത്താണിൻ്റെ സിഗ്നലിലെത്തും. അപ്പോൾ അതാ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എല്ലാവർക്ക്. മാച്ച് ട്രിപ്പാണ്. അപ്പോൾ ആ ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ നമുക്ക്. മറ്റേ ട്രിപ്പിന് ശേഷം അവിടെ നമുക്ക് ആലുവക്കൊരു ട്രിപ്പ് അടിച്ചിരുന്നല്ലോ പള്ളിക്കരന്ന്. അപ്പോൾ അതിനുശേഷം നമുക്ക് 6 ട്രിപ്പാണ് ടോട്ടൽ അടിച്ചത്. ഈ ഒരു ട്രിപ്പാണ് നമുക്ക് അവിടുന്ന് പള്ളിക്കരന്ന് ആലുവക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് നമുക്ക് വാഴക്കുളത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആലുവക്ക് തന്നെ അടിച്ചു. അവിടുന്ന് നമുക്ക് ഒരു റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിരുന്നു. ഒരു 140 രൂപയുടെ നമ്മളെ പാതാളം ആ ഭാഗത്തേക്ക് ഒരു 140 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 148. ആ റാപ്പിഡോൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ പാതാളം ജംഗ്ഷനിൽ പോയി നിന്ന്. അപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ ഒരാൾ ബൈക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഊബർ വിളിച്ച ആളാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾ എവിടേക്കേ വട്ടം കറങ്ങി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ട്, നിങ്ങൾ പോരും ചോദിച്ച്. അപ്പോൾ ഞാൻ ആ ഓക്കെ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പോയിട്ട് അത് ഡ്രോപ്പ് ചെയ്ത് അത് 7.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. 200 രൂപ കിട്ടി. ഏതായാലും ലാഭമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത് 162 രൂപയുടെ. ഇത് നമ്മളെ അത്താണിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്ക് 164 രൂപ കിട്ടി. 220 ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നു. 8.5 കിലോമീറ്റർ. ഇത് 8.5 കിലോമീറ്ററിൽ 162 രൂപ കിട്ടിയത്. നമ്മൾ പേഴ്സണൽ ട്രിപ്പ് പോകുന്നത് നമുക്ക് 200 രൂപ കിട്ടി. അത് ലാഭമായി. 7.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ 11:06 ആയി. ഇനിയിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ആ ദേശം ഭാഗത്തേക്ക് ഇങ്ങനെ പോയോക്കട്ടെ. ഇവിടെ അത്താണി പോയിട്ട് ഇപ്പം ഇനി വലിയ കാര്യം ഉണ്ടാവില്ല. പിന്നെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണമില്ല. അപ്പോൾ അത്താണിയിൽ കുറച്ച് നേരം നിന്നിട്ട് അവിടുന്ന്
ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ വണ്ടി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആലുവ നമ്മളെ തോട്ടക്കാട്ടുകര ആ ഭാഗത്തേക്ക് പോകേണ്ടി വരും. ഏതായാലും ഞാൻ ചെന്ന് നോക്കട്ടെ. ഇവിടെ ദേശത്ത് വല്ല ഹോട്ടലിൽ പോകണ വഴിക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി എന്നാണ് കണ്ടത്. എയർപോർട്ട് ആണെങ്കിൽ ലാഭമായിരുന്നു. സിയാൽ എന്നാണ് കേട്ടോ പേര്, കസ്റ്റമറുടെ പേര്. അപ്പോൾ ഇത് 4 കിലോമീറ്റർ ഉണ്ട്. 110. ഓക്കെ, അത് ആൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ നെടുമ്പാശ്ശേരി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നഷ്ടമാണ് 4 കിലോമീറ്ററിന് 100 രൂപക്ക്. അപ്പോൾ എയർപോർട്ടിനകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. ചിലപ്പോൾ റിട്ടേൺ ഊബറിൽ ചിലപ്പോൾ സ്പോട്ടിൽ ട്രിപ്പ് അടിക്കും. അപ്പോൾ ഏതായാലും അത് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ ഇവിടുന്ന് ഏതായാലും ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ദേശം പോട്ടെ. ഇപ്പോൾ ഇവിടെ ആലുവ താൽ കിച്ചണിലായിട്ടുള്ളത്. മറ്റേ നമ്മൾ ലാസ്റ്റ് പോയ ട്രിപ്പ് നമുക്ക് നഷ്ടമായി. കാരണം ഞാൻ അവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ പോകുന്നത് ദേശം പോയി അങ്ങനെ പോകുന്നത്. ദേശത്ത് 2 ചായക്കട ഉള്ളൂ. ഫുഡ് കഴിക്കാൻ പറ്റിയ ഹോട്ടലുകളൊന്നും അവിടെ കണ്ടില്ല. പിന്നെ ഇങ്ങനെ പോന്നിപ്പോൾ റോഡ് കാലിയായി കിടക്കാണല്ലോ. അങ്ങനെ കൊടുത്ത് ഇവിടെ ആലുവയിലെത്തി. അപ്പോൾ ആലുവയിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് തിരിഞ്ഞപ്പോൾ ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. ഫുള്ളായിട്ട് കാലി പോകണ്ടല്ലോ. അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞപ്പോൾ താൽ കിച്ചൻ്റെ ഒരു ബോർഡ് ഉണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ടേ താൽ കിച്ചണിലേക്കാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് താൽ കിച്ചണിൽ ആലുവയിലുള്ള. അപ്പോൾ ഏതായാലും പോയിട്ട് എന്താ ഫുഡ് എന്താ വെച്ചാൽ കഴിക്കട്ടെ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. സമയം 11:53 ഉണ്ട്. ഞാൻ ഒരു അൽഫാമ കഴിച്ചത്. ഷവർമ്മ കഴിക്കണം എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ ഷവർമ്മ ഇല്ല. അപ്പോൾ പിന്നെ ഒരു അൽഫാം ഒരു പൊറാട്ടയും കഴിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഊബറും റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്. ഞാൻ ഊബറിൽ ഡെസ്റ്റിനേഷൻ ഇടട്ടെ, എന്നിട്ട് ബാവ അവറോറ. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. അതാവുന്നില്ല, അത് എററാവുന്നുണ്ട് ഡെസ്റ്റിനേഷന്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഇടയ്ക്ക് മിനിമൈസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ റെഡി ആവലുണ്ട്. ഇനി അങ്ങനെ നോക്കി നോക്കട്ടെ കേട്ടോ. അത് ഞാൻ മിനിമൈസ് ചെയ്ത് നോക്കിയിട്ടൊന്നും റെഡി ആവണില്ല. ഓഫ്ലൈൻ ആക്കി നോക്കി, എന്നിട്ടും റെഡി ആവണില്ല. പിന്നെന്താണെന്നോ, ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ ഒരു ഭാഗത്തേക്കൊന്നും ആവില്ല ട്രിപ്പ് അടിക്കുക. എന്നാലും പിന്നെ ഒരു സമാധാനത്തിന്. അപ്പോൾ ഏതായാലും ഡെസ്റ്റിനേഷൻ ഇടാൻ എന്തായാലും പറ്റണില്ല. അത് ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. ഇവിടുന്ന് ചിലപ്പോൾ വണ്ടി എടുത്ത് പോയാൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഓണാക്കിയിട്ടുള്ളൂ. അപ്പോൾ 11:55, ഒരു 12:10 വരെയൊക്കെ ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ എന്തായാലും നല്ലൊരു പാർക്കിംഗ് കിട്ടിയതാണല്ലോ. ഇപ്പോൾ ഇനി അവിടെ പുറത്തിറങ്ങിയാലൊക്കെ പാർക്കിംഗ് ഉണ്ടാവും. രാത്രി ആയതുകൊണ്ട് വണ്ടികളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇവിടെ ഒരു 10 മിനിറ്റ് നിന്നിട്ടേ ഇവിടുന്ന് നേരെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് പോവാം. അപ്പോൾ സമയം ഇപ്പോഴേ 12:30 സമയമായിട്ടോ. നമ്മളിപ്പോഴാണ് ഇവിടുന്ന് താൽ കിച്ചൻ്റെ അവിടുന്ന് വണ്ടി എടുക്കുന്നത്. രാത്രി വണ്ടി ഓടിക്കാനേ നല്ല സുഖാട്ടോ. വണ്ടികളും ഇല്ല, തിരക്കും ഇല്ല, ഒന്നുമില്ല. നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാം. ഞാനിപ്പോഴേ നമ്മളെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ താൽ കിച്ചൻ്റെ അവിടുന്ന് നേരെ പോയാലും മതിയായിരുന്നു. ഞാനിപ്പോൾ ഇനി ഇതുവഴി പോയി കഴിഞ്ഞാൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വല്ല ട്രിപ്പ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിലൂടെ ഇപ്പോൾ പോന്നിട്ടുള്ളത്. എന്തെങ്കിലും കിട്ടുമോ നോക്കിയോട്ടെ. ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നില്ല. നേരെ അതിൻ്റെ ഫ്രണ്ട് കൂടി വല്ല ഇങ്ങനെ പോവും. ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് പോവാം. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും 1 മണിയാവും. ഇപ്പോൾ 12:30 ആയിട്ടുണ്ട് സമയം. ഞാൻ ജസ്റ്റ് ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ അവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 2 ട്രിപ്പ് അടിച്ചു. അപ്പോൾ ലാസ്റ്റ് അടിച്ചത് കളമശ്ശേരിയിലേക്കായിരുന്നു. മാച്ച് ട്രിപ്പാട്ടോ വന്നത്. അപ്പോൾ നമുക്ക് അത് കിട്ടിയില്ല. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ, ചിലപ്പോൾ ഇനി അഥവാ ഒന്ന് കിട്ടിയാലോ. അതുകൊണ്ട് ഇവിടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു 10-15 മിനിറ്റും കൂടി ഒന്ന് ഇരുന്ന് നോക്കാം. ഏതായാലും ഇപ്പോൾ ഒന്നല്ലേ. ഇതാ വീണ്ടും അടിക്കുന്നുണ്ട് കേട്ടോ കളമശ്ശേരിൻ്റെ ട്രിപ്പ്. വീണ്ടും മാച്ച് ട്രിപ്പാണ് വന്നത്. അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സഞ്ജയ്. ഇവിടെ കുറേ വണ്ടികളുണ്ട്. ഇപ്പൊ നമ്മളെ ബാക്കിലൊക്കെ വണ്ടി ഓടിച്ചോടത്തൊക്കെ കുറെ ടാക്സി വണ്ടികളുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമുക്ക് കളമശ്ശേരിക്ക് ട്രിപ്പ് അടിച്ചത്. ഇതിപ്പോ ഒരു വട്ടം വന്ന് പോയതാണ് ഈ മാച്ച് ട്രിപ്പ്. പക്ഷെങ്കിൽ നമുക്ക് തന്നെ കിട്ടിയത് എന്തോ ഭാഗ്യത്തിന്. അപ്പൊ ഈ ട്രിപ്പും പാടെ കഴിഞ്ഞിട്ട് നിർത്തി പോവാം. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് നമ്മളെ രാജഗിരി സ്കൂളിന്റെ അടുത്തേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ഗേറ്റിന്റെ അവിടെ ആയിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇതിപ്പോ നമ്മൾ ടോട്ടല് ഊബറിൽ ഓടിയത് 1578 രൂപക്കാട്ടോ ഓടിയത്, 9 ട്രിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 56 രൂപയാണ് ലാസ്റ്റ് ട്രിപ്പ് കണ്ടത്. അപ്പോൾ ഞാനൊന്ന് നെട്ടി. അപ്പോൾ നോക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ട്രിപ്പ്, കളമശ്ശേരിക്ക് പോകുന്നത്. അത് 220 വാങ്ങിയിട്ടുണ്ട്, 175 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 219 ആട്ടോ ആൾ ചെയ്തത്. 219 ആൾ ചെയ്തത്. അത് പോട്ടെ. അപ്പോൾ ഈ 56 രൂപ എന്താ സംഭവം ചോദിച്ചാൽ, നമ്മൾ എങ്ങോട്ട് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയിരുന്ന വഴിക്ക് ഒരു ട്രിപ്പും പാടെ അടിച്ച്. അപ്പോൾ ഇതിന്റെ ഡ്രോപ്പിന്റെ അടുത്ത് നിന്നായിരിക്കുമല്ലോ അടുത്ത പിക്കപ്പ് ഉണ്ടാവുക. അപ്പൊ അത് റിസർവേഷൻ ട്രിപ്പാണ് വന്നിട്ടുള്ളത്. ചെറിയ 198 രൂപയുടെ എന്തോ കൊല്ലംകുടിമുകൾ നമ്മളെ റൂമിന്റെ അടുത്തേക്ക് തന്നെയാണ് ട്രിപ്പ് അടിച്ചത്. അപ്പൊ ഞാനൊന്ന് സന്തോഷിച്ചു. ഓക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മെസ്സേജ് വന്നിക്കണു, ക്യാൻസലേഷൻ ട്രിപ്പ് ക്യാൻസൽ ആയിക്കണു എന്ന് പറഞ്ഞാണ്ട്. റിസർവേഷൻ ട്രിപ്പ് ക്യാൻസൽ ആയിക്കണു എന്ന് പറഞ്ഞാണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് റിസർവേഷൻ ട്രിപ്പ് ആയിരുന്നു. അതിന്റെ പൈസയാണ് ഇത്. ജസ്റ്റ് ഒന്ന് കൺഫേം അടിച്ചു. നമ്മളിപ്പോ ഡ്രോപ്പ് ചെയ്യണ ഭാഗത്തേക്ക് തന്നെയുള്ള പോന്നോണ്ടിരിക്കണത്.
ഒരു 1/2 കിലോമീറ്റർ പോകുന്നുള്ളൂ. അപ്പൊ ഇതിനെ ക്യാൻസൽ ആവും ചെയ്തു. പക്ഷെ അതിന് 56 രൂപ നമുക്ക് കിട്ടി. ബുക്ക് ചെയ്ത കസ്റ്റമർ നല്ലൊരു നഷ്ടം വന്നിട്ടുണ്ടാവും. 56 രൂപ വെറുതെ പോയിണ്ടാവും. 56 ആവൂല, ഒരു 65-70 രൂപ ഒക്കെ ടോട്ടൽ പിടിച്ചിട്ടുണ്ടാവും. ബാക്കി ഊബറിന്റെ കമ്മീഷൻ പോയിണ്ടാവും. ഏതായാലും ഇപ്പൊ 56 രൂപ നമുക്ക് ലാഭമായി. അങ്ങനെ നമ്മള് സമയം ഒരു 1:04 ഇപ്പൊ നമ്മള് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് CNG അടിച്ചിട്ട് 121 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. ടോട്ടല് 131 കിലോമീറ്റർ ബിയില്. CNG അപ്പൊ ഇനി ഒരു 4 കട്ടിമ്പാടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജ് കിട്ടിയിട്ടുണ്ട്. 6 കട്ട പോയപ്പോ തന്നെ 121 കിലോമീറ്റർ ഓടിയുണ്ട്. അത് രാത്രി ആയതുകൊണ്ടാണ് ഇത്ര നല്ലൊരു മൈലേജ് കിട്ടിയിരിക്കണത്. വണ്ടിയാളൊന്നും ഇല്ലല്ലോ, തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ ട്രിപ്പിന് ചെറിയൊരു ശോകം ഉണ്ടാവും. പുറത്തുകൂടെ ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ഉള്ളിലേക്ക് തന്നെ കയറി വരേണ്ടി വരും. അപ്പൊ ഏതായാലും പോയിട്ട് കടന്നുറങ്ങട്ടെ. നാളെ എന്തായാലും ലീവാണ്. നാളെ ലീവാക്കാൻ കാരണം എന്താ വെച്ചാല് ഇവിടെ അറിയുന്ന കുറച്ച് അയൽവാസികളെ വീടുകളുണ്ട്. അപ്പൊ ഉമ്മ ഏതായാലും ഇവിടെ ഉണ്ടല്ലോ, മുപ്പത്തടം. അപ്പൊ കുറെ ദിവസമായി അവിടെ ഇവിടെ ഒക്കെ പോകണമെന്ന് പറയണേ. അപ്പൊ ഏതായാലും ഇപ്പോ പറ്റിയൊരു അവസരമാണ്. അവരിപ്പോ ഏതായാലും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നാളെ അവരെ കൊണ്ട് ഇതിൽ കൂടി കുറച്ചൊന്ന് കറക്കാണ്ട്. അപ്പൊ എന്തായാലും ഒരു ഇതുപോലെ ഇന്നിപ്പോ നമ്മളൊരു 3 മണിയോ എന്തോ സമയമായപ്പോഴാണല്ലോ വർക്കിന് ഇറങ്ങിയത്. നാളെ എന്തായാലും ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് വർക്കിന് ഇറങ്ങാൻ പറ്റും. അപ്പൊ ഏതായാലും ഓക്കെ. അപ്പൊ ഇനി നാളെ കാണാം.